നമസ്കാരം. ഇന്ത്യ ലൈവിലേക്ക് സ്വാഗതം. എഴുത്തുകാരനും പ്രഭാഷകനും അധ്യാപകനുമായ പ്രൊഫസർ എസ് ബാലരാമ കൈമളാണ് ഇന്ത്യ ലൈവിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം സർ. നമസ്കാരം സാർ, ഒരു ചോദ്യം പ്രധാനമായിട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ നിലപാടാണ്. ഇന്ത്യയോളം US-ന് പ്രധാനപ്പെട്ട മറ്റൊരു രാജ്യമില്ല. മോദിയോടുള്ളത് നിർവ്യാജമായ സൗഹൃദമാണ്. അമേരിക്കൻ അംബാസഡറാണ് പറയുന്നത്. ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? വളരെ രസകരമായിട്ടുള്ള നിലപാടാണ് US ഇപ്പോൾ എടുത്തേക്കുന്നത്. അതായത് നമുക്ക് മുകളിൽ ആകാവുന്നത്രം താരിഫ് അടിച്ച് വരുന്നു, വേറെടുത്ത് പറഞ്ഞു 500% താരിഫ് അടിക്കുന്നുമൊക്കെ പറഞ്ഞു. പക്ഷേ അമേരിക്കയുടെ അംബാസഡർ US-ൻ്റെ നയം വ്യക്തമാക്കി. സാധാരണ ഇതിൽ ഒരു രാജ്യത്തിൻ്റെ നയം വ്യക്തമാക്കുന്നത് അവരുടെ പ്രതിനിധിയാണ്. ആ പ്രതിനിധി പറഞ്ഞിരിക്കുന്നത് ട്രംപിന്, അതായത് വ്യക്തിപരമായിട്ട് ട്രംപിന് മോഡിയോടുള്ളത് ഭയങ്കര സ്നേഹമാണ്, അല്ല സൗഹൃദമാണ്. പിന്നെ US-ന് രാജ്യാന്തര തലത്തിൽ US എന്ന രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യയാണ്. നമുക്ക് ഈ വാദത്തെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ US-ന് പറയേണ്ടി വരുന്നു. അത് പറയേണ്ടി വരുന്നു എന്നൊരു നിവൃത്തികേട് അമേരിക്കയ്ക്ക് ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർ മനസ്സിലാവാത്ത, ഇന്ത്യക്കാർക്ക് ഇതുവരെ മനസ്സിലാക്കാത്ത വലിയൊരു ശക്തി ഇന്ത്യക്കുണ്ട്. ഇന്ത്യക്കൊരു സമ്പദ്ശേഷിയുണ്ട്, ഇന്ത്യക്കൊരു മനുഷ്യ വിഭവശേഷിയുണ്ട്, ഇന്ത്യക്കൊരു ക്രയശേഷിയുണ്ട്, ഒരു കാർഷിക ശേഷിയുണ്ട്. എന്തുകൊണ്ട്? മുൻകാലങ്ങളിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ കേരളത്തിലേക്ക് പൗരാണിക കാലം തൊട്ട് വിദേശ കപ്പലുകൾ വന്നിരുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? കോഴിക്കോട് മുസിരിസ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് അങ്ങനെ തുറമുഖം ഇല്ല എന്ന് ഓർക്കണം. പക്ഷേ വളരെയധികം കേരളചരിത്രം പഠിച്ച മുസിരിസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ മുസിരിസിൽ 2000-3000 ഒക്കെ വർഷം മുമ്പ് വരെ വിദേശത്തു നിന്ന് കപ്പലുകൾ എടുക്കുമായിരുന്നു. എന്നിട്ട് വിദേശത്തേക്ക് ഇവിടുന്ന് വരുന്നത് കൊണ്ടുപോയിരുന്നു. എന്തുകൊണ്ട്? അന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സ്വർണം, അന്ന് സ്വർണത്തേക്കാൾ വിലയുള്ളതായിട്ട് വെച്ചിരിക്കുന്നത് കുരുമുളകിനാണ്, ഇന്ത്യ എന്നുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾക്കാണ്. ലോകത്തിന് ആവശ്യമായിരുന്നു. ഇപ്പോൾ ആൾക്കാർക്ക് പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. എന്തോ ഈ സ്പൈസസിന് ഇത്രയും, ഇത് കുറച്ച് ടേസ്റ്റിനല്ലേ ചിക്കൻ കറിയിൽ ഇടാനുള്ള മസാല? അങ്ങനെയല്ല. അതിനപ്പുറം രണ്ട് അഡീഷണൽ പോയിൻറ്റും കൂടെ ചേർത്ത് വേണം പറയാൻ. ഒന്ന് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നിങ്ങൾ ചിക്കൻ കറി വയ്ക്കുന്നു, നിങ്ങൾ മസാലയൊന്നും ഇടുന്നില്ല. അപ്പോൾ പല വിദേശികളും മസാല ഇടാണ്ട്, നമ്മുടെ മസാലയൊന്നും പലയിടത്തും ഉപയോഗിക്കുന്നില്ല. വളരെ പ്ലെയിനായിട്ട് ഇച്ചിരി ഉപ്പ് ഒക്കെ ചേർത്ത് വേണമെങ്കിൽ ചിക്കൻ വേവിക്കാം, ഏതിറച്ചിയും വേവിക്കാം. എന്നിട്ട് ഏതാനും ദിവസം ഒന്ന് കഴിച്ചു നോക്കി. നിങ്ങൾ ഓരോ തവണയും കഴിക്കുമ്പോൾ, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കേണ്ടെങ്കിൽ ഈ 3 നേരത്തും പല്ല് തേക്കേണ്ടി വരും. ഭക്ഷണത്തിന് മുമ്പല്ല, അതിന് ശേഷവും പല്ല് തേക്കേണ്ടി വരും. ഇല്ലെങ്കിൽ വായിൽ പല ഇൻഫെക്ഷൻ വരും, മോണയിൽ നിന്ന് രക്തം കിരിക്കാൻ തുടങ്ങും. ഇങ്ങനെയുള്ള പല പ്രശ്നമുണ്ട്. മാംസം ഇങ്ങനെ കഴിച്ചാൽ? മാംസം കഴിക്കുന്നതിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ പല്ലിനിടയിൽ ഇതിൻ്റെ അംശം ഇരിക്കും. ഇരുന്നാൽ വളരെ എളുപ്പമാണ് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട്. ഇന്ത്യക്കാർ ഒരു തവണ പല്ല് തേച്ചാലായി എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ എന്നിട്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഈ ഇന്ത്യയിലുള്ള ചില സാധനങ്ങളുണ്ട്, നമ്മുടെ ഈ സ്പൈസസ്, ഈ കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറുവാപ്പട്ട, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് നമ്മളങ്ങോട്ട് റീലിലൊക്കെ പറയണ്ടല്ലോ, അത് ഇതിട്. വാസ്തവത്തിൽ ഇതൊക്കെ മികച്ച മരുന്നുകളാണ്, പ്രത്യേകിച്ച് വായിലെ ഇൻഫെക്ഷൻസിനെതിരായിട്ട്. അതായത് പല്ലിൻ്റെ ആരോഗ്യം. നമ്മൾ ഒന്ന് പഴയ പ്രാചീന മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുമ്പം ഈ ഗുഹാമനുഷ്യനൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഇവരൊക്കെ ആവറേജ് എത്ര കാലം ജീവിച്ചിട്ടുണ്ട്? ലൈഫ് സ്പാൻ കുറവായിരിക്കും. അപ്പോൾ കുറയണ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ചിലപ്പോൾ പല ജീവികളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരും, പട്ടിണി കിടക്കേണ്ടി വരും, ഈ ഇത്തരം വർഗ്ഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു വരും, പ്രകൃതിക്ഷോഭം കരയാവും. പക്ഷേ ഇതിൻ്റെ ഒക്കെ പുറമെ അന്നത്തെ ആൾക്കാർക്ക് ഒരു 30-35 വയസ്സിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ 40 വയസ്സിനപ്പുറത്തേക്ക് ആരോഗ്യമുള്ള പല്ലുകൾ ഉണ്ടായിരുന്നുവോ എന്നായിരുന്നു സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ അന്ന് പല്ല് തേക്കുന്ന വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പിൽക്കാലത്തായിരിക്കണം പല്ല് ക്ലീൻ ചെയ്യണം. ഈ ക്ലീൻ ചെയ്യാനുള്ള പലതും സത്യം പറഞ്ഞാൽ ഇന്ത്യയിലുണ്ട്. അന്നത്തെ കാലത്ത് വടക്കേ ഇന്ത്യയിലൊക്കെ ചെല്ലുകയാണെങ്കിൽ ഒരു വേപ്പിൻ്റെ ഒരു തണ്ട് ചതച്ച്, അല്ലെങ്കിൽ പെരിഞ്ജീരകത്തിൻ്റെ തണ്ട്, ഇതൊക്കെ ചതച്ചെടുത്തിട്ട് ആൾക്കാർ പല്ല് തേക്കും. ഇത് നോർത്ത് ഇന്ത്യയെ കാണാം. നമ്മുടെ തമിഴ്നാട് തൊട്ട് അങ്ങോട്ട് നാട്ടിൻപുറങ്ങളിൽ ഈ വേപ്പിൻ്റെ തണ്ട് കൊണ്ട് പല്ല് തേക്കുന്നവരെ കാണാം. നമ്മുടെ ഇവിടെ മാവില മാത്രമല്ല, ഈ തെങ്ങിൻ്റെ കൊലഞ്ഞിലിൻ്റെ സാധനമുണ്ട്. അതെ, അതായത് തേങ്ങയുടെ ഞെട്ട്, ഇത് മുറിച്ചിട്ട് അതും ഒരു ഭാഗം ചതയ്ക്കും, എന്നിട്ട് പല്ല് തേക്കും. അത് അല്പം മികവുള്ള ബ്രഷ്. മാവിൽ അത്ര ഇല്ലാത്തത്. ഇങ്ങനെ എന്തായാലും ഇവിടെ ക്ലീൻ ആയിരിക്കണം. പല്ല് ക്ലീൻ ആയാലും ശരിയാവില്ല. നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഈ വിദേശികളായിട്ടുള്ള ആൾക്കാർ, ഇവിടെ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ സ്ഥിരം നോൺ വെജ് ആൾക്കാർ കുറവാണ്. നമുക്കിവിടെ ധാരാളം സസ്യാഹാരങ്ങൾ കിട്ടും, ധാന്യങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ട് ഇന്ത്യക്കാർ അങ്ങനെയുള്ളതൊക്കെ ധാരാളം കഴിക്കും. പക്ഷേ വിദേശത്ത് പല നാടുകളിലും അവർക്ക് കൂടുതൽ മാംസത്തെ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു, ഇന്നല്ല പണ്ടും. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ വായിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഒഴിവാക്കണമെങ്കിൽ, രോഗം ഇല്ലാതെ നല്ല രീതിയിൽ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ ഈ സ്പൈസസ് വേണം. ഈ സ്പൈസൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഇതൊക്കെ ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നു. അതുപോലെ ഇന്ത്യക്കാരധികം പേര് ഉപയോഗിക്കണമെന്നില്ല, പക്ഷേ നമ്മുടെ ഗ്രാമ്പൂ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ക്ലൗസ്.
ഇത് പല്ലിനിടയിൽ വയ്ക്കുന്നത് പല്ലുവേദന ഒഴിവാക്കും, ഇത്തരം പല്ലിൻ്റെ ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ പടമുള്ള ഒരു പേസ്റ്റ് തന്നെയുണ്ട്. അതൊരു മികച്ച മരുന്നാണ് എന്നാണ് എൻ്റെ അർത്ഥം. അത് പല്ലുവേദനയൊക്കെ വന്നാൽ ഇത് പതുക്കെ വായിൽ ചതച്ച് വെച്ചാൽ മതി. നമ്മൾ ചവച്ചിറക്കണ്ട, അവിടെ ഒന്ന് ചതച്ച് വായിൽ പല്ലുകൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ട് ചവച്ച് അവിടെ തന്നെ നീരവിടെ ഇരുന്നാൽ മതി, അത് കുറയും. അപ്പോൾ ഇതിനൊക്കെ ഇന്ത്യയിൽ നിന്ന് കുരുമുളകും സ്പൈസ് ഐലൻഡ്സ് പറഞ്ഞ് വേറെ ഏഷ്യനിലെ ചില ദ്വീപുകളിൽ നിന്ന് വലിയ തോതിൽ ഗ്രാമ്പുവാണ് ഇവരെല്ലാം ശേഖരിച്ചുകൊണ്ട് പോയത്. അതൊക്കെ മെഗല്ലൻ്റെയൊക്കെ വരവിൽ 6-7 കപ്പൽ വന്നിട്ട് ഒരു കപ്പൽ മാത്രമേ ശേഷിച്ചുള്ളൂ. ആ ഒരൊറ്റ കപ്പലിൽ 60 ടണ്ണം കണ്ട് കൊണ്ടുപോയി. അവർക്കുണ്ടായ മുഴുവൻ നഷ്ടങ്ങളും പരിഹരിച്ച് വലിയ ലാഭത്തിലേക്ക് കൊണ്ടുപോയത് അന്ന് ശേഖരിച്ച ആ ഗ്രാമ്പു മാത്രമാണ്. അത് ഇന്ത്യയിൽ നിന്നല്ല കേട്ടോ, ഇന്തോനേഷ്യക്ക് അടുത്തൊരു ഐലൻഡിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ സ്പൈസിന് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു. അപ്പം ഇതിനു വേണ്ടി തന്നെ എന്തിന്, ഭക്ഷണത്തിന് സ്വാതന്ത്ര്യം മാത്രമല്ല, ഒരു വലിയ ജനതയുടെ ആരോഗ്യം നിലനിർത്താൻ ഇതിനും കൂടിയാണ്. ഇതുകൂടാതെയാണ് ഇന്ത്യയിൽ നിന്നുള്ള പല സ്പൈസും ഉപയോഗിച്ച് മതപരമായ ആരാധനകൾക്ക്, ഞാൻ മുമ്പ് ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ ക്രൈസ്തവ സമൂഹം ഉപയോഗിക്കുന്ന മൂറോൻ തൈലം കൂതാശ ചെയ്ത് മ്യൂറിൻ എന്ന് പറഞ്ഞ സാധനം, അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള പല സ്പൈസസുമാണ്. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾക്ക് ഈ സ്പൈസ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ദീർഘകാലം ഇന്ത്യയായിരുന്നു ഇതിൻ്റെ എല്ലാ സമ്പത്ത്, ട്രഷർ. ഇന്ന് $1 ഉയർന്നു വന്നിരിക്കുന്നു. അപ്പോൾ 1960-കൾ 67-ലോ മറ്റാണ് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഹെൻറി കിസ്സിഞ്ചറും സൗദി രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുരുമുളക് പോലുള്ള മറ്റെല്ലാത്തിനെയും പിന്തള്ളി പെട്രോളിയം അങ്ങ് പൊങ്ങി വന്നത്. പെട്രോളിയം ഡോളറും ചേർന്നൊരു സമ്പദ് വ്യവസ്ഥ, $1 എന്നൊരു സംഭവം ഉണ്ടായി. അതാണിന്ന് ലോകം ഭരിക്കുന്നത്. ഈ $1 ഇല്ലാണ്ടാവാൻ 2 വഴിക്കില്ലാണ്ടാവും. ഒന്ന്, ഒരു പ്രദേശം എടുക്കുന്ന പെട്രോളിയം തീർന്നു പോയാൽ മതി. 2, ലോകം പെട്രോളിയം വേണ്ടാന്ന് വെച്ചാൽ മതി. പ്രധാനമായിട്ടും വാഹനങ്ങൾ ഇലക്ട്രിക് ആയാൽ തന്നെ ഈ കച്ചവടം തീരും. അപ്പോൾ ഈ $1 ഉദയത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ ഇന്നും ഒരു പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അരി പോയിരുന്നത് ഇന്ത്യയിൽ നിന്നാണ്, പ്രത്യേകിച്ച് ഗുജറാത്ത് മേഖല. കാരണം ഗൾഫിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യൻ മേഖല, അവിടുന്ന് പോകും. ഇന്നും ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനും ഒക്കെ ബസുമതി അരിയൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്, പല അരികൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അതൊക്കെയാണ് അവരുള്ളവർ ഉപയോഗിക്കുന്നത് തന്നെ. അന്ന് സമ്പത്ത് ഇല്ലാതിരുന്നൊരു കാലത്ത്, സമ്പത്തുള്ള കാലത്ത് അവർക്ക് ലോകത്ത് എവിടെ നിന്ന് എന്തും മേടിക്കാം. ഇനി സമ്പത്ത് ഇല്ലാണ്ടാവേണ്ട കാലത്ത് തിരിച്ചു വന്നാൽ ഇതേപോലെ തിരിച്ച് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും പലർക്കും, പല കാര്യങ്ങൾക്കുമായിട്ട്. $1 അന്ത്യം കൊണ്ടുണ്ടാകാൻ പോകുന്ന ഒരു സംഭവം അതായിരിക്കും. അതുപോലെ ലോകം മൊത്തം നോക്കുമ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇതിൻ്റെ പ്രത്യേകതയുണ്ട്. ഇത് മൺസൂണിൻ്റെ സൃഷ്ടിയാണ്. ഈ മൺസൂൺ എന്ന് പറയുന്ന പ്രത്യേക പ്രതിഭാസം ഇന്ത്യക്ക് ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് വടക്കോട്ട് പോയാൽ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങൾ, പടിഞ്ഞാറ് പാകിസ്ഥാനെ കടന്ന് നമ്മൾ പിന്നെയും പടിഞ്ഞാട്ട് പോയാൽ മരുപ്രദേശങ്ങളാണ്. ഇതൊന്നുമല്ലാതെ ഇന്ത്യയെ മരുഭൂമിയല്ല, ധാരാളം പച്ചപ്പുള്ള, ധാരാളം വയറുള്ള, നെല്ലും ഗോതമ്പും ബാർലിയും എല്ലാം വിളയിക്കുന്ന, 100 കണക്കിന് ധാന്യങ്ങൾ വിളയിക്കുന്ന, ഇനി പുതുതായിട്ട് മില്ലറ്റ്, ഇങ്ങനെ ഓരോന്ന് ഇവിടെ കിട്ടാത്ത ഒന്നുമില്ലല്ലോ. ഇങ്ങനെ ഇതാണ് സമ്പത്ത്. നമ്മുടെ യഥാർത്ഥ സമ്പത്തെന്ന് പറഞ്ഞാൽ ഈ 2 വശത്തും കടലും ഒരു വശത്ത് ഹിമാലയമായിട്ട് കിടക്കുന്ന ഒരു ഇന്ത്യ. അതിനകത്ത് കടലിലും ധാരാളം സമ്പത്തുണ്ട്, മത്സ്യസമ്പത്തും മറ്റു കാര്യങ്ങൾ, രത്നങ്ങൾ, മുത്തുകൾ. അതുപോലെ തന്നെ കരയിൽ സമ്പത്തുണ്ട്, പ്രത്യേകിച്ച് ഭക്ഷ്യസമ്പത്ത്. ഈ ഒരു രാജ്യത്തിന് ലോകത്തെ മുഴുവൻ കൂട്ടാൻ പറ്റും. അതായത് ലോകത്ത് എന്ത് പ്രതിസന്ധി വന്നാലും ഇന്ത്യ കൃഷി നടന്നാലും ലോകത്തിനൊന്നും സംഭവിക്കില്ല. അങ്ങനെ രാജ്യമാണ്. അത്തരം ഒരു രാജ്യത്തെ അവർക്ക് സൈനിക ശക്തിയും കൂടെ ഉണ്ടെങ്കിൽ, സാമ്പത്തിക ശക്തിയും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് ആർക്കും കീഴടക്കാൻ പറ്റില്ല. ഇന്ത്യ അതിലേക്ക് വരുവാണ്. ഇന്ത്യയിൽ അനേകം രാജാക്കന്മാർ പണ്ട് ഭിന്നിച്ചു നിന്നൊരു കാലം, പുറമേ നിന്നുള്ളവർക്ക് മുതലെടുക്കാൻ പറ്റിയിരുന്നൊരു കാലം. ആ കാലത്ത് ഇന്ത്യ വിദേശ കൊളോണിയൽ പവേഴ്സിൻ്റെയൊക്കെ പലരുടെയും, അറബികളുടെയൊക്കെ ആക്രമണത്തിന് വിധേയമായി കീഴടക്കപ്പെട്ടു. ഇതെല്ലാം ഉണ്ടായി. ഇന്ന് ശക്തമായ ജനാധിപത്യമുണ്ട്. ഇന്ന് മുഴുവൻ ഇന്ത്യ നമ്മൾ ഒരുമിപ്പിച്ചു. ഒരു പാകിസ്ഥാൻ്റെ ബംഗ്ലാദേശിൻ്റെ ഏരിയ മാത്രമാണ് മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയവ മാറി നിൽക്കുകയാണ്. ആയിക്കോട്ടെ. പക്ഷേ റെസ്റ്റ് ഓഫ് ഇന്ത്യ 140 കോടി ജനങ്ങൾ, ഇത് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യവിഭവശേഷിയാണ്. ഈ മനുഷ്യവിഭവശേഷി ഒരു ക്വാളിറ്റി ഡെമോഗ്രഫിയാണ്. എന്ന് പറഞ്ഞാൽ ഉന്നതമായ വിദ്യാഭ്യാസമുള്ള, അതിൽ തന്നെ വിദ്യാഭ്യാസത്തിന് ശേഷം തൊഴിൽ എക്സ്പീരിയൻസ് ഉള്ള, അതും കഴിഞ്ഞിട്ട് സ്കില്ലുള്ള, വിദ്യാഭ്യാസം, തൊഴിൽ, സ്കില്ല്, 4മതായിട്ട് അച്ചടക്കം. ഈ അച്ചടക്കം കൊണ്ടുണ്ടെങ്കിൽ കാര്യമുള്ളൂ. അതായത് ഇന്ത്യക്കാരൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ലോകത്ത് എവിടെയെങ്കിലും ചെന്ന് അവൻ കൊടി പിടിക്കാനും ബഹളം വയ്ക്കാനും മതം പ്രചരിപ്പിക്കാനും മതത്തിന് പേര് കൊല്ലാനുമോ പോകുന്നതെങ്കിൽ അവൻ അച്ചടക്കമില്ല. ഇതങ്ങനൊന്നുമല്ല. ഒരു രാജ്യത്ത് ചെന്നാൽ ആ രാജ്യത്തിന് മുതൽക്കൂട്ടാവുന്ന വിധത്തിൽ ജീവിച്ച് ആ രാജ്യത്തിന് നന്മ ചെയ്യാൻ പാകത്തിലുള്ള എക്സ്പീരിയൻസ്, ജീവിതം, ഇതൊക്കെയായിട്ട് ആൾക്കാർ പോകുന്നത്. അവനങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത്. അവൻ്റെ കുടുംബത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്ത്യക്കാരന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കുടുംബത്തിനാണ്. അവൻ്റെ കുടുംബം നിലനിൽക്കുമ്പോൾ ആ കുടുംബമുള്ള രാജ്യവും ഗുണപ്പെടുകയാണ്. ഇങ്ങനത്തെ ഒരു അച്ചടക്കമാണ് ഇന്ത്യക്കാരുള്ളത്. അങ്ങനത്തെ ഒരു ജനത, ഇത്രയും ടെക്നോളജി പഠിച്ച ആൾക്കാർ. നമ്മളെ സംബന്ധിച്ച് ഇവിടെ
ഇല്ലാത്ത ടെക്നോളജി കുറവാണ്. ഇന്ന് ജനകീയമായിട്ട് വരുന്ന ടെക്നോളജിയിൽ ഇന്ത്യക്കാരുടെ കുറവ് എന്ന് പറയുന്നത് നമ്മുടെ സെമി കണ്ടക്ടർ വ്യവസായത്തിലേക്ക് വരുമ്പോൾ ഫോണിൻ്റെയൊക്കെ ചിപ്പ്, ഈ ചിപ്പ് ഉണ്ടാക്കുന്നതിൽ ഇന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരു കുറവാണ് അവിടെ, ഇല്ലയെന്ന് തന്നെ പറയാം. അതിന് നമ്മൾ ഇനി ഇവിടെ കമ്പനികൾ ഉണ്ടാകുമ്പോൾ വിദേശത്തെ ആശ്രയിക്കേണ്ടി വരും. നമുക്ക് തായ്വാനിലൊക്കെ നമ്മൾ ആൾക്കാരെ വിട്ട് എക്സ്പീരിയൻസ് ആക്കേണ്ടി വരും. ബാക്കി ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിലും നമുക്കിന്ന് എക്സ്പീരിയൻസ് ഉണ്ട്, നമുക്ക് സ്കില്ലുണ്ട്, നമുക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്. ആയിരക്കണക്കിന് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇന്ത്യയിലുണ്ട്. ഇവിടെ നിന്നൊക്കെ ഓരോ വർഷവും വെളിയിൽ വരുന്ന 10,000-കണക്കിന് വിദ്യാർത്ഥികൾ, ലക്ഷക്കണക്കിന് വരുന്ന പ്രൊഫഷണൽസ് എല്ലാം ചേരുന്ന അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഒരു മഹാസാഗരമാണ് ഇന്ത്യ. ഈ ഒരു രാജ്യത്ത് ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ നോക്കൂ, ഈ ഇത്രയും ആൾക്കാർ, വ്യവസായങ്ങൾ വളരാൻ സാധ്യത, സ്റ്റാർട്ടപ്പുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു, GDP ഉയർന്നുകൊണ്ടിരിക്കുന്നു, ചെറുപ്പക്കാരുടെ എണ്ണം കൂടുതൽ, ഇവർ സമ്പത്ത് വർദ്ധിപ്പിക്കും. അപ്പോൾ ഈ ലോകത്തിന് മുഴുവൻ നാളെ ഷെയർ മാർക്കറ്റ് കിടന്ന് കളിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റ് അത്ര വലുതായിരിക്കും. ഇന്ത്യ തന്നെ വലിയ വിപണിയാണ്. ലോകത്ത് അമേരിക്ക എപ്പോഴും ശ്രമിക്കുന്നത് അവരുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ട് വിൽക്കണം എന്നുള്ളതാണ്. കാരണം ഇതിനേക്കാളും പറ്റിയൊരു വിപണി കിട്ടാനില്ല. ചൈനയായിട്ടുള്ള അടി വെച്ച് നോക്കുമ്പോൾ അവിടെ എന്തെങ്കിലും കൊണ്ടിറക്കുക ബുദ്ധിമുട്ടാണ്. ചൈനക്കാരനെ വരുതി ഉയർത്താൻ പറ്റുന്നവർക്ക് വിശ്വാസമില്ല. ഇന്ത്യക്കാരനെ വരുതി നിർത്താൻ പറ്റും തോന്നിയിട്ടല്ല, പക്ഷേ ഇന്ത്യയുടെ സൗഹൃദം കാണിച്ചൊന്ന് ഒരുമിച്ച് നിർത്താൻ പറ്റിയെങ്കിൽ ഇന്ത്യ ചൈനയെ ഒരുമിക്കല്ലേ, ഇതാണ് അമേരിക്കയുടെ പ്രാർത്ഥന. റഷ്യ, ചൈന, ഇന്ത്യ മൂന്നും കൂടെ ഒരുമിച്ചാൽ ഇതിനൊക്കെ വലിയ ശക്തി എന്താ ലോകത്തുള്ളത്? സൈനികമായിട്ട് ഇവർക്ക് 3 പേരും ഒരുമിച്ച് ഈ ലോകത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇടപെടും എന്ന് പറയണ കാലം വന്നാൽ അമേരിക്ക ഒന്നുമല്ല. അത് ഇപ്പം മെഡ്രോയുടെ അടുത്ത്, വെനിസ്വേലയുടെ അടുത്ത് കാണിച്ചൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ബ്രിക്സ് എന്ന് പറയുന്നത് ഒരു സൈന്യശക്തി ആവാതിരിക്കാൻ അമേരിക്ക ശ്രമിക്കും. അത് അമേരിക്കയുടെ വലിയൊരു ആവശ്യമാണ്, ഇതാവല്ലേ എന്നുള്ളത്. കാരണം അമേരിക്കയുടെ മുഴുവൻ ഭാവി ഇല്ലാണ്ടാക്കും, അമേരിക്കയുടെ രാഷ്ട്രീയ ശക്തി ഇല്ലാണ്ടാക്കും, അവൻ്റെ പൊളിറ്റിക്കൽ വില്ലില്ലാണ്ടാക്കും, രാഷ്ട്രീയമായിട്ട് മറ്റ് രാജ്യങ്ങൾക്കുമുള്ള സ്വാധീനം പോലും അതില്ലാണ്ടാക്കും. ഇന്ന് അവർ അമേരിക്കയെ എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? റഷ്യ, യൂറോപ്യൻ രാജ്യങ്ങൾ ഭയക്കുന്നു. ഈ ഒരു കാര്യമാണ്. ആ ഭയം അവിടെ ഇല്ലാണ്ടായാലും യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയോട് പോടാവില്ല എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ റഷ്യ ഞങ്ങളുടെ അടുത്ത് കിടക്കുന്ന ഒരു യൂറോപ്യൻ രാജ്യമാണ്, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്നിട്ട് അമേരിക്ക തീർന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ അവരങ്ങനെ പറയുകയും ചെയ്യരുത്. എങ്ങനെയും ഇന്ത്യ കൂടെ വേണം. മാത്രമല്ല വേറൊരു കാര്യം ചെയ്യും, ട്രംപിന് ക്രിപ്റ്റോ കറൻസി ബിസിനസ്സുമുണ്ട്. ഇത് പുള്ളിക്ക് 90 വയസ്സാവാറായി. അധികം വൈകാതെ അങ്ങ് തട്ടിപ്പോവായിരിക്കും. ഇപ്പം കുറച്ചുകൂടെ ആരോഗ്യത്തിൽ ഇരുന്നാലും തലച്ചോറിൻ്റെ ആരോഗ്യം പോയാൽ പിന്നെ ചിഹ്നം തുടങ്ങും. ഇപ്പോൾ തന്നെ നമുക്ക് സംശയമുണ്ട് പുള്ളിക്ക് ചിഹ്നനാണോ എന്നുള്ളത്. അപ്പോൾ ഇതങ്ങോട്ട് ശരിയായ അൽഷൈമർ തുടങ്ങി ഇയാൾ സൈഡായാൽ പിന്നെ മക്കളായിരിക്കും ബിസിനസ്. പക്ഷേ മക്കളുടെ ബിസിനസ് സാമ്രാജ്യം നിലനിൽക്കണമെങ്കിൽ ട്രംപിൻ്റെ ബിസിനസ്സുകൾ ലോകം മുഴുവനുണ്ട്. ട്രംപ് ടവർ എന്ന് പറയുന്ന സാധനം തന്നെ ലോകത്ത് പലയിടത്തുമുണ്ട്, മുംബൈയിലും ഉണ്ട്. ഇവൻ്റെ ബിസിനസ്സുകൾ ഒത്തിരി നിലനിൽക്കണം. നാളെ ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിൽ ആൾക്കാർ വരണം. അത് കൂടുതൽ ഓൺലൈൻ ട്രേഡിംഗ് രൂപത്തിലാണ്. അത് ഇന്ത്യയിൽ എത്രയോ പേര് അതിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അതിലേക്ക് അവൻ്റെ എൻട്രി വേണം. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ അവൻ്റെ ബിസിനസ് ഒന്നും നിരോധിക്കാൻ പാടില്ല. ട്രംപ് ഇങ്ങനെ നമ്മളെ ഒപ്പം നിർത്തി നാളെ ഒരു കാലത്ത് ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി നിയമവിധേയമാക്കാൻ വരെ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. അതിന് സൗഹൃദത്തിൽ നിന്നാലേ പറ്റുള്ളൂ. അപ്പം എങ്ങനെയെങ്കിലും സൗഹൃദത്തിൽ നിൽക്കണം. ഇന്ത്യയായിട്ട് ശത്രുത പോകാൻ ട്രംപിനെ കൊണ്ട് പറ്റില്ല, അമേരിക്കയെ കൊണ്ട് പറ്റില്ല, ഈ ലോകത്ത് ഒരു രാജ്യത്തിനെ കൊണ്ടും പറ്റില്ല. ചൈന പോലും ഇന്ത്യയായിട്ട് സൗഹൃദമാണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. റഷ്യയ്ക്ക് അത് പണ്ടേ മനസ്സിലായി. ചൈനയും ഇന്ത്യയും തമ്മിൽ ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട്, നമ്മൾ അകന്നു നിൽക്കുകയാണ്. പിന്നെ മരമണ്ടന്മാരുടെ 1-2 രാജ്യങ്ങളുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഒരു എന്താ പറയുക, അവരുടെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ജനിതകം അങ്ങനെയാണ്. പാകിസ്ഥാനും ബംഗ്ലാദേശും അവർ പിന്നെ ഹോപ്പ്ലെസ് കേസായതുകൊണ്ട് അവർ നമ്മൾ ശത്രുതയിലാണോ മിത്രത്വത്തിലാണോ മറ്റെന്തെങ്കിലുമാണോ ഇത് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ലോകത്തിന് അങ്ങനെയല്ല. ലോകത്തിന് നമ്മൾ വേണം. അത് അമേരിക്ക തിരിച്ചറിയുന്നു. അമേരിക്ക നമ്മൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് അമേരിക്ക നമ്മുടെ മിത്രമാണ്. മോഡിയുടെ ഹൃദയംഗമായ ബന്ധമാണുള്ളത്. US ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം ഇന്ത്യയാണ് എന്നെല്ലാം അമേരിക്ക ആവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കൻ എന്ന രാഷ്ട്രത്തിൻ്റെ പ്രതിനിധി ഇത് ആവർത്തിച്ച് പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് വളരെയധികം നന്ദി. ആ പിന്തുണ ഞങ്ങൾക്ക് തുടർന്നും വേണ്ടതുണ്ട്. അതിനായി ഞങ്ങളുടെ ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനാകും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.